റോമിലെ അവസാന വിശുദ്ധവാതിലും തുറന്നു. വിശുദ്ധ പൗലോസ്ലിഹായുടെ ബസിലിക്കയുടെ വിശുദ്ധവാതിൽ തുറന്നു നൽകിയതോടെ റോമിൽ പ്രഖ്യാപിച്ച 5 വിശുദ്ധ വാതിലുകളും തുറക്കുന്ന ചടങ്ങ് പൂർത്തിയായി. Apritemi le porte della giustizia. ക്രിസ്തുവിന്റെ ജനനത്തിന്റെ 2025 വർഷങ്ങൾ ആഘോഷിക്കുന്ന ജൂബിലി വേളയിൽ റോമിലെ 4 ബസിലിക്കകളിൽ ഒന്നായ വിശുദ്ധ പൗലോസിന്റെ ദൈവാലയത്തിലാണ് അവസാനമായി ജൂബിലി വാതിൽ തുറന്നത്. ഇതോടെ പ്രധാന 4 ബസിലിക്കകളിലും വിശുദ്ധവാതിലിലൂടെയുള്ള ജൂബിലി തീർത്ഥാടനത്തിന് ആരംഭമായി. ജനുവരി 5-ാം തീയതി നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ബസിലിക്കയുടെ ആർച്ച് പ്രീസ്റ്റായ കർദിനാൾ ജെയിംസ് മൈക്കൽ ഹാവി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ആയിരക്കണക്കിന് വിശ്വാസികൾ ചടങ്ങുകളിൽ സന്നിഹിതരായിരുന്നു. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ രക്തസാക്ഷിത്വം വരിച്ച സ്ഥലത്തുനിന്ന് ഏതാനും കിലോമീറ്ററുകൾ അകലെയാണ് ഈ ബസിലിക്ക സ്ഥിതി ചെയ്യുന്നത്. വിശ്വാസ ജീവിതത്തിൽ പാദമുറപ്പിച്ചുകൊണ്ട് ആത്മീയ തീർത്ഥാടനം നടത്തുവാൻ ഈ ജൂബിലി അവസരം ഒരുക്കട്ടെ എന്ന് കർദിനാൾ ആശംസിച്ചു. വിശുദ്ധവാതിൽ തുറക്കുന്നത് ക്രിസ്തുവിലൂടെ തുറക്കപ്പെട്ട രക്ഷാമാർഗത്തിന്റെ അടയാളമാണെന്നും ഇത് അനുരഞ്ജനത്തിലേക്ക് നമ്മെ ആഹ്വാനം ചെയ്യുന്നതാണെന്നും അദ്ദേഹം സന്ദേശത്തിൽ അടിവരയിട്ടു. സ്പേസ് നോൺ കോൺഫൂദീത് എന്ന ഔദ്യോഗിക രേഖ വഴി ഫ്രാൻസിസ് പാപ്പ നൽകിയ നിർദ്ദേശമനുസരിച്ച് വിശുദ്ധ പത്രോസിന്റെ ബസിലിക്ക, റോമിൽ തന്നെയുള്ള വിശുദ്ധ ജോൺ ലാറ്ററൻ ബസിലിക്ക, മേരി മേജർ ബസിലിക്ക എന്നിവിടങ്ങളിലെയും സഭയുടെ ചരിത്രത്തിലാദ്യമായി റബീബിയ ജയിലിലെയും വിശുദ്ധവാതിൽ തുറന്നിരുന്നു. വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയുടെ വിശുദ്ധവാതിൽ ഫ്രാൻസിസ് പാപ്പ തുറന്നാണ് ജൂബിലി വർഷത്തിന് ആരംഭം കുറിച്ചത്. റബീബിയ ജയിലിലും ഫ്രാൻസിസ് പാപ്പ വിശുദ്ധവാതിൽ തുറന്നപ്പോൾ മറ്റിടങ്ങളിൽ നിയോഗിക്കപ്പെട്ട കർദിനാൾമാരാണ് ജൂബിലി വാതിൽ തുറന്നത്. വിശുദ്ധവാതിലിലൂടെ പ്രവേശിച്ച് സഭയുടെ പൊതുമാനദണ്ഡങ്ങൾ കൂടി പാലിച്ചാൽ ദണ്ഡവിമോചനം സ്വീകരിക്കാൻ സാധിക്കുമെന്ന് വത്തിക്കാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ വിവിധ രൂപതകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവാലയങ്ങളിലും വിശുദ്ധവാതിൽ തുറന്നിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷിക്കന ന്യൂസ്.